ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ സൂപ്പ് അടിപൊളി കിടുക്കാച്ചൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഞാൻ എന്നും വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നത്. എന്നും ഈ ഒരു പായ്ക്കിലുണ്ട് കേട്ടോ. ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് കുഴപ്പങ്ങളാണ്. അപ്പോൾ ഓയിലൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോഴതുകൊണ്ട് എന്നും ചെയ്യാൻ ഈ സൂപ്പ് പറയത്തില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്താൽ മതി കേട്ടോ. രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഇതിന്. അപ്പോൾ വേഗം തന്നെ നമുക്കിത് ചെയ്യാം കേട്ടോ. സംഭവങ്ങൾ രണ്ടും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മുൾട്ടാണി മിട്ടി ചേച്ചിയാണ് നമ്മളിന്ന് എടുക്കുന്നത് കേട്ടോ. ഞാൻ ഒത്തിരി ദിവസമായി നമ്മുടെ ഈ ചേച്ചിയെ അങ്ങോട്ട് മുഖത്തിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. കത്രി എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ. അപ്പോൾ അതിസാഹസികമായിട്ട് നമ്മുടെ കത്രികയൊക്കെ കൊണ്ടുവന്ന് നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ നമുക്ക് ഒരുപാട് എടുക്കണ്ട കേട്ടോ. ഒരുപാടാണ്, ഒത്തിരി അധികത്തിലാണ് കേട്ടോ. കുറച്ച് ഇത് തന്നെ വലിയ സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എന്നാലും നമുക്ക് ആ ഒരു ഫുൾ സ്പൂണ് എടുക്കാം. ഒരു സ്പൂൺ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ അളവ് കേട്ടോ. ഈ ഒരു സ്പൂണാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോഴതിൻ്റെ കൂടെ നമുക്ക് ഇത് പച്ചപ്പാൽ രാവിലെ അടിച്ച് മാറ്റിയത് കേട്ടോ. ബാക്കിയാണെന്നിട്ട് ഞാൻ കാച്ചാൻ വെച്ചത് പച്ചപ്പാൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത്. അപ്പോൾ പച്ചപ്പാലാണ് ഇതിന് വേണ്ടത്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് ഒഴിച്ച് കളയാതെ നമ്മൾ ആവശ്യത്തിന് എടുത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. എന്നും ഒന്നും ഈ ഒരു പാക്കിലുണ്ട്. നമുക്ക് ആഴ്ച ഒരു വട്ടമൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുഖത്തുള്ള എണ്ണമയമൊക്കെ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഒരുമാതിരി ഒരു മണ്ണാണല്ലോ അല്ലേ, ഇല്ല ക്ലേ. അതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ എണ്ണ എടുത്ത് നമ്മൾ സൂത്രപ്പണിയൊന്നും ചെയ്യേണ്ട കേട്ടോ. പക്ഷെ ആ ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ്. ഇവന് ആഴ്ച ഒരു വട്ടമൊക്കെ ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യണമെന്നൊന്നും സൂപ്പ് പറയത്തില്ല കേട്ടോ. ഇവൻ്റെ എണ്ണ നമ്മുടെ മുഖത്തെ അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കാം ഇവൻ ഓയിലെല്ലാം വലിച്ചെടുക്കുന്നവനെന്ന് പറയുന്നതല്ലേ. കള്ളന ഓയിലെല്ലാം കട്ട് പിടിക്കുന്നവന് നമ്മുടെ അല്ലേ. എൻ്റെ ഓയിലി സ്കിന്നൊന്നും അല്ല കേട്ടോ. അപ്പോഴതേ നമ്മുടെ മിക്സൊക്കെ കറക്റ്റായി. ഇനി അങ്ങോട്ട് പൂശാം. ഈ അമ്പലത്തിലൊക്കെ ദേവിമാരും ദേവന്മാരെയൊക്കെ ചാർത്തി ഇരുത്തത്തിൽ നമ്മൾ ചന്ദനം പൂശത്തിൽ അതുമാതിരി സൂപ്പിപ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പുരട്ടുമ്പോൾ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് അതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ നമ്മുടെ വിഗ്രഹങ്ങൾ ചന്ദനം പൂശത്തിൽ അതുമാതിരിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് കേട്ടോ. ദേ മുഖമൊക്കെ കൈയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ കൂടുതൽ മസാജ് ഒന്നും ചെയ്യരുത് കേട്ടോ. മസാജ് ഒന്നും ചെയ്യാത്ത ഒരു സംഭവമാണിത്. ഇത് നമ്മൾ ഒരുപാട് മസാജ് ഒന്നും കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഇങ്ങനെ പരട്ടി കൊടുത്താൽ മതി. പുട്ടിയിടുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇത് കേട്ടോ. പുട്ടിയിടുകയാണ് നമ്മൾ. സംഭവം ഇടുകയാണ്. ഞാനിപ്പോൾ ഒത്തിരി ദിവസമായി കേട്ടോ ചെയ്തിട്ട്. ഇത് ആഴ്ചയിലൊക്കെ ഇടത്തുള്ളൂ ഞാൻ. ഒരു 10-15 മിനിറ്റ് കേട്ടോ. 10-15 മിനിറ്റ് നമുക്കിങ്ങനെ ഇരിക്കാം പുരട്ടി. പിന്നെ പച്ചപ്പാൽ തന്നെ എടുക്കണം കേട്ടോ. പച്ചപ്പാലൊന്നും എടുക്കരുത്, പച്ചപ്പാൽ. അപ്പോൾ ഇനി നിങ്ങൾ ആ ഫ്രിഡ്ജിലോട്ട് വെച്ചോളൂ. നല്ല തണുപ്പ് കിട്ടും കേട്ടോ. നല്ല തണുപ്പ് കിട്ടും.
കൂടുതലും ചിലരെ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ മുഖത്ത് മാത്രം ഇട്ടാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ വരരുത്. നിങ്ങൾ നമ്മുടെ ഇവിടെ വരെയെങ്കിലും നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഇവിടെ വരെയെങ്കിലും ഒന്ന് ചെയ്യുക കേട്ടോ കേട്ടോ. അപ്പോഴെന്തേ സുപ്പ് ഒരു ദേവതയായി, ഒരു ദേവിയായി കേട്ടോ. കട്ടിക്ക് തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് ഞാൻ തുടച്ചിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് നമ്മൾ തുടച്ചാലേ ഇത്തിരി സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, മസാജൊന്നും ചെയ്യരുത്. നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച ഭിത്തിയിൽ പുട്ടിയിട്ടിരിക്കുക എങ്ങനെയാണ് അങ്ങനെ തന്നെ നമ്മളങ്ങ് ഇരിക്കുക കേട്ടോ. പിന്നെ വർത്താനം ഒന്നും പറയാൻ പോകണ്ട. ഇങ്ങനെ സ്റ്റാച്ചുവിൻ്റെ തൊട്ട് ഇങ്ങനെ അങ്ങ് ഇല്ലാതെ കേട്ടോ. ചുളിവുകളൊക്കെ വീഴും. നമ്മൾ ഏത് തരം പായ്ക്കുകൾ നമ്മൾ ഇട്ടാലും ചുളിവൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കണം. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, നമ്മൾ സംസാരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വായടച്ചങ്ങ് പിടിക്കും. അത്ര ഉള്ളത്തില്ലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നമ്മൾ മുഖമൊക്കെ മിനുക്കിക്കൊണ്ട് വരുമ്പം കുരുത്തക്കേട് കാണിച്ചാലേ ഫുൾ പോവും. അപ്പോൾ നമുക്ക് കഴിക്കൊണ്ട് വന്നിട്ട് കാണാനും കേട്ടോ. 15 മിനിറ്റ്. ഇതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ 15 മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി നല്ല കിടു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിത് ചെയ്യേണ്ട. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഞാൻ അങ്ങനെ കേട്ടോ, ആഴ്ച ഒരിക്കൽ മാത്രമേ ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ എന്താ സ്കിന്നിലെ ആ ഓയിലൊക്കെ അങ്ങ് പിടിച്ചെടുക്കും കേട്ടോ. അങ്ങനെ പിടിച്ചെടുത്താൽ അത് കുഴപ്പമാണ് കേട്ടോ. അങ്ങനെ പിടിച്ചെടുക്കേണ്ടതാണ്. നീ ഒരു ദിവസം മാത്രം ഞങ്ങളെ പിടിച്ചെടുത്താൽ മതി കേട്ടോ. അവിടെ കിടു റിസൾട്ട് തരുന്നതാണ്. പച്ചപ്പാൽ തന്നെ എടുക്കണം. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. അല്ലാതെ പച്ചപ്പാൽ ഒഴിക്കാൻ പറയുന്നിടത്ത് കാച്ചിയ പാൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചാൽ ശരിയാവത്തില്ല. സൂപ്പ് പറയുന്നത് പോലെ ചെയ്യണം. പച്ചപ്പാൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. മലയാളമാണല്ലോ നമ്മുടെ ഭാഷ, മാതൃഭാഷ. അപ്പോൾ സൂപ്പ് മലയാളം തന്നെയാണ് പറയുന്നത്. നമ്മൾ പായ്ക്കിട്ടിരിക്കണമെന്ന് എത്ര സമയം ഇരിക്കണമെന്നോ അങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഞാൻ 15 മിനിറ്റാണ് ഇരിക്കാൻ പറഞ്ഞ സമയം. 15 മിനിറ്റ് തന്നെ നമ്മൾ ഇരിക്കണം. കഴുകി മാറ്റുന്നത് സാധാ തണുത്ത വെള്ളത്തിൽ, പച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകി മാറ്റുക കേട്ടോ. അപ്പോൾ പച്ചപ്പാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുൾട്ടാണി മിട്ടി ചേച്ചിയും അടിപൊളി റിസൾട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്കൊരു ഇതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ ഒത്തിരി ദിവസം നമുക്ക് ഇരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിലല്ലേ ഇത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു പാക്ക് ഇടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ദിവസം ഇരിക്കും കേട്ടോ. അപ്പോൾ കയ്യിലില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഓടി വായു സുപ്പ് കടം തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഡൈയുടെ കാര്യം പറയുന്നത് തന്നെയാണെങ്കിലും നമ്മൾ ഈ പായ്ക്കൊക്കെ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മളെന്താ കൂട്ടി വെക്കണമെങ്കിൽ അതും പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ചെയ്ത നമ്മുടെ പായ്ക്ക കൂട്ടി വെക്കുകയൊന്നും വേണ്ട. അപ്പോഴേ തന്നെ നമ്മൾ മുട്ടയും കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ വെക്കേണ്ട കാര്യമില്ല, കൂട്ട് തയ്യാറാക്കി വെക്കേണ്ട കാര്യമില്ല. അപ്പോഴേ തന്നെ നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കാം. തുടർച്ചയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ ആഴ്ച 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു പ്രാവശ്യം ഏത് പായ്ക്ക് തന്നെയാണെങ്കിലും, മുഖത്ത് തന്നെയാണെങ്കിലും, നമ്മുടെ തലയിലിടുന്ന പായ്ക്ക് തന്നെയാണെങ്കിലും ഒരു ദിവസം ഇട്ടെന്നും വെച്ച് കളറും ഒന്നും വരത്തില്ല കേട്ടോ. തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു മാറ്റം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോഴതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെന്താ, ഇതൊക്കെ തന്നെ അവിടെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ചില ചേച്ചിമാർ പറയുന്നുണ്ട് സുപ്പുവിൻ്റെ ടിപ്പുകളൊക്കെ ചെയ്ത് സുന്ദരിമാരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലൈവിലൊക്കെ കണ്ടു ആ സുന്ദരിയെ. അപ്പോഴതൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ വീട്ടിലിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർ ബ്യൂട്ടി പാർലറിലൊന്നും പോയി വലിയ സുന്ദരികളൊന്നും ആകാതെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ജോലി നടക്കും. നമുക്ക് പായ്ക്ക് ഇടേണ്ട സമയത്ത് നമുക്കതും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. എന്നും പാർലറിൽ പോയാൽ ചേട്ടന്മാർ പൈസ അടിച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് സുന്ദരികളായാൽ മതി. പോകുന്നവരൊക്കെ പോയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്.
ഇങ്ങനെയൊക്കെ അതൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. എടി നിൻ്റെ പായ്ക്കിട്ടത് എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയും കേൾക്കാൻ ഇതേ കാതോർത്തിരിക്കുകയാണ് നിങ്ങളുടെ സുപ്പുക്കുട്ടി. ഇവിടെ ഹാജരായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എവിടെ ലൈവിൽ പോയാലും ഹാജർ എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു നമ്മുടെ അടുത്തൊരു ഇഷ്ടം തോന്നാറുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ വന്നേ എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഹാജർ എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത് കേട്ടോ. ലൈവൊക്കെ ഒരുപാട് പേരുടെ ലൈവിലൊക്കെ നമ്മൾ ചെന്നാൽ നമുക്ക് ഒരുപാട് കൂട്ട് കിട്ടും കേട്ടോ. നമ്മുടെ അതുപോലെ ഇരിക്കും കേട്ടോ. നമ്മൾ അവരോട് കാണിക്കുന്ന ആ സ്നേഹം പോലെ ഇരിക്കും തിരിച്ച് അവർ നമ്മുടെ അടുത്തോട്ട് വരുന്നത് അല്ലേ. അവിടെ സുപ്പ് കൊണ്ട് നിങ്ങൾക്ക് കൂട്ട്. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം. നല്ല ടിപ്പുകളും ഒക്കെ ആയിട്ട് വേഗം ചെയ്യാൻ പറ്റിയ ടിപ്പുകളൊക്കെയാണ് സുപ്പ് കാണിച്ചു തരുന്നത്. വലിയ ഭാര പോലെ ടിപ്പുകളൊന്നും സുപ്പ് കാണിച്ചു തരത്തില്ല. കാച്ചിയും കുറുക്കിയും ഒന്നും അതൊക്കെ വല്ലപ്പോഴും മാത്രമേ ഞാനും ചെയ്യത്തുള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ മടിച്ചാണ് ഞാനും കേട്ടോ. മടിച്ചിക്കോതയായിട്ട് തന്നെയാണ്. അപ്പോഴേ എളുപ്പം എൻ്റെ കാര്യങ്ങളും നടക്കും. നമുക്ക് പെട്ടെന്ന് നമുക്ക് മുഖത്തിട്ട് പായ്ക്കൊക്കെ ഇട്ട് കഴിയുകയും ചെയ്യാം. അതൊക്കെയല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വേഗത്തിലുള്ള ടിപ്പുമായിട്ട് സുപ്പ് നാളെയും വരുന്നതാണ്. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പുതിയ കൂട്ടുകാരാരെങ്കിലും ഒക്കെ വന്നോളൂ. സുപ്പ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.